വെക്കേഷൻ തുടങ്ങി 10 ദിവസം, ഇന്നൊരു ദിവസം കഴിഞ്ഞ് കഴിയാറായി. ഇന്ന് നടന്നു പോയ ഓരോ വികൃതികൾ കാണോ. രാവിലെ എഴുന്നേറ്റ് കുളിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടു കൂട്ടരും അവരുടെ തനി സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങി. അതായത് ഇവൻ അവനെ തൊടും, അപ്പോൾ അവൻ ഇവനെ തൊടും, അപ്പോൾ ഇവൻ അവനെ ഉന്തും, അപ്പോൾ അവൻ ഇവനെ ഉന്തും. പിന്നെ അത് പിടിവലിയായി, വഴക്കായി, അടിയായി. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ ആ ഒരു ഇത് മാറ്റാനായിട്ട് കുറച്ച് നേരം നമ്മുടെ കടയിലേക്കൊന്ന് കൊണ്ടുപോയതാണ്. അത്രയും സമയം പോകുമല്ലോ എന്ന് വെച്ചിട്ട്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ രണ്ടാളും നല്ല കമ്പനിയായിട്ട് നല്ലോണം കളിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഒട്ടുമിക്ക സമയത്തും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് തൊട, ഇങ്ങോട്ട് തൊട, അങ്ങോട്ട് മാന്ത, ഇങ്ങോട്ട് മാന്ത, അങ്ങോട്ട് പിച്ച, ഇതൊക്കെ തന്നെ ഇവിടെ. അപ്പോൾ അത്രയും സമയം പോകാനായിട്ട് നമ്മൾ കടയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ കടയുടെ വീഡിയോ കുറച്ചല്ലേ എടുത്തിരുന്നുള്ളൂ, ബേക്കറിയുടെ. അപ്പോൾ ബാക്കി വീഡിയോയും കൂടെ ഇപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ കണ്ണൻ ഒരു കവർ നിറച്ച് സാധനമായിട്ട് വന്നു. അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ വേണ്ടത് ഇത്രയും ഐറ്റംസ് ഇവിടെ ഇരുന്നിട്ട് അതിൽ നല്ലതൊന്നും ഉണ്ടായില്ല. അവൻ കുറച്ച് മിഠായികൾ മാത്രമേ, അതും അതിൽ നല്ല മിഠായി എന്ന് പറയാനായിട്ട് അവൻ്റെ ഈ കിൻഡർ ജോയും കുഞ്ഞ് ചോക്ലേറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നല്ലൊരു സാധനം പുള്ളിക്ക് വേണ്ട. അങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ഒരുവിധം കടയൊക്കെ ബേക്കറി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റി ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ അപ്പോഴേക്കും രണ്ടു കൂട്ടർ വീട്ടിൽ പോകാമെന്നും പറഞ്ഞായിട്ട് ചേട്ടനവിടെ ഫ്രൂട്ട്സ് അടക്കി വയ്ക്കുകയാണ്. അത് കറക്റ്റായിട്ട് എന്നെ തിരിച്ചൊക്കെ വച്ചുകൊണ്ടിരിക്കുക. അവർ രാവിലത്തെ അവരുടെ പണികൾ. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. ഓണമൊക്കെ അല്ലേ വരാൻ പോണേ. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ തുറക്കുന്ന ഫുൾ മലയാളി മങ്കകളും ഉള്ളൂ. അപ്പോൾ എനിക്കൊരാഗ്രഹം നമ്മുടെ കുഞ്ഞു മലയാളി മങ്കേനെ ഒന്ന് റെഡിയാക്കിയാലോ എന്ന്. ഒരു കണക്കിന് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വെച്ച് ഉടുപ്പിച്ച്, പക്ഷേ സമ്മതിച്ചില്ല. ഒരു രക്ഷയില്ല. മലയാളി മങ്ക അതുമായിട്ട് അങ്ങോട്ട് ഇതാവണല്ലോ, അവളത് വലിച്ച് കളയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കണ്ണൻ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്നും പറഞ്ഞ് മീൻ പിടിക്കാൻ പോയതാണ്. 4:30 ആയപ്പോൾ പോയിട്ട് 6 മണിയായപ്പോൾ കയറി വന്നപ്പോൾ കയ്യിലൊരു ഗ്ലാസ്സിൽ നിറച്ച് കുഞ്ഞു മീനുകളെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞി വലയം വെച്ച് ഒരു ചെറിയ തോടുണ്ട് ഇവിടെ. അവിടെ പോയി പിള്ളേർ സെറ്റുകളുടെ മീൻ പിടുത്തമൊക്കെയാ. അവർ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. എന്തോ ടാസ്ക് ചെയ്തിട്ട് വരണ പോലെ എന്നോട് പറയാണ്, അവൻ കുറേ മീനെ പിടിച്ചു, ഇപ്പം ഇതിൽ 10 ഉള്ളൂ, ബാക്കിയുള്ളത് ഇവൻ പിടിച്ചപ്പോൾ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എന്നോട് കഥ പറയണതാണ്. 10 ദിവസമല്ലേ ഉള്ളൂ പിള്ളേർക്ക് ഒന്ന് അവരുടേതായ സന്തോഷം. ഇതൊക്കെയാണ് അവരുടെ വലിയ വലിയ സന്തോഷങ്ങൾ. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഒരു കണക്കിന് ഞാൻ കൂട്ടി കയറ്റി. ഇന്നത്തെ ഒരു ദിവസത്തെ അംഗം ഏകദേശം ഒരു ദിവസം കഴിയാറായി. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ ഒട്ടും കുറുമ്പില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടോ? ഇതുപോലത്തെ ഒട്ടും കുറുമ്പില്ലാത്ത കുട്ടികൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അങ്ങനെ നാളത്തെ കഴിഞ്ഞാൽ ഓണമായി. ഓണമൊന്നും ഇവർക്കൊരു ഇതുമില്ല. ഓണത്തിൻ്റെ അന്ന് നേരം വിളിച്ചാകുമ്പോൾ ചിലപ്പോൾ ഇവർ ഇതുപോലെ മീൻ പിടിക്കാനും സൈക്കിൾ ഔട്ടാനും എന്നൊക്കെ പോകും. ഇവിടെ കണ്ടോ, രണ്ടാൾ സ്പ്രിൻറ്റിന് വേണ്ടി തല്ലുകൂടണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം.